ഹലോ, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എക്സാം ഡ്യൂട്ടിക്ക് പോയേക്കായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് എന്തായാലും ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കാൻ ഓർമ്മിക്കുന്നത്. ഹായ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ എക്സാം ഡ്യൂട്ടിക്ക് വന്നേക്കാണ്. ഇപ്പോൾ വ്യാഴാഴ്ചയായി, ഞങ്ങൾ ചൊവ്വാഴ്ചയാണ് വന്നത്. ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണ്. ഇനി നാളെ 2 ദിവസം കൂടി ഉണ്ട് ഡ്യൂട്ടി. അപ്പോൾ അതിന് ഇവിടെ വന്നേക്കാണ്. അപ്പം നമ്മളിപ്പോൾ അവർ ഹോസ്റ്റലിൽ അക്കോമഡേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഹോസ്റ്റലിലാണ്. അപ്പോൾ പണ്ടത്തെ എൻ്റെ ഹോസ്റ്റൽ കാലമൊക്കെ ഇത് ഓർത്ത് അയവിറക്കി. അപ്പോൾ നമ്മൾ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഫുഡും അന്ന് കഴിച്ച ഫുഡിൻ്റെയൊക്കെ പോലത്തെ ഫുഡൊക്കെ കണ്ടു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, നമ്മുടെ നൊസ്റ്റു നമുക്ക് വന്നു. അപ്പം പണ്ട് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഹീറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ തണുത്ത വെള്ളത്തിലായിരുന്നു കുളിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോസ്റ്റലിലും ഭയങ്കര തണുത്ത വെള്ളം. അതും നല്ലൊരു തണുത്ത സ്ഥലം, കൊടൈക്കനാലിലൊക്കെ വന്ന പോലെ ഉണ്ട്. അതും ഈ ജൂൺ ജൂലൈ മാസമല്ലേ, ഓഗസ്റ്റ്. അപ്പോൾ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇവിടുത്തെ പിള്ളേരൊക്കെ എന്നിട്ട് രാവിലെ കുളിക്കും. എപ്പോൾ കുളിച്ചാലും ഹീറ്ററില്ല, ഈ തണുത്ത വെള്ളത്തിൽ വേണം കുളിക്കാൻ. അപ്പോൾ ഞാനിങ്ങനെ അതിശയപ്പെടുക, ഇവളെങ്ങനെ കുളിച്ചു, ഇവരെങ്ങനെ കുളിക്കുകയെന്ന്. പക്ഷേ ഒരു 5 വർഷം മുമ്പ്, 5 കുറേ 2019, 16 ആ ടൈമിലൊക്കെ ഞാനും ഹോസ്റ്റലിൽ ഇരുന്ന സമയത്ത് ഞങ്ങളും ഇങ്ങനെയായിരുന്നു. അപ്പോഴാണ് ഓർമ്മ വന്നത്, അതൊക്കെ ഒരു കാലമായിരുന്നല്ലേന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ഒക്കെ തന്നിട്ടുണ്ട്. എക്സാമിന് വന്നിരിക്കുമ്പോൾ നമുക്ക് സ്റ്റേ തരുമല്ലോ, കാരണം എന്നും പോയി വരാൻ പറ്റത്തില്ല, ഭയങ്കര ദൂരമാണ്. പോരായിട്ട് നേരത്തെ എത്തുകയും വേണ്ട എക്സാമിന്. അത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ എക്സാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പം ഇനി നാളെയും കൂടെ ഉള്ളൂ ഇവിടെ. അപ്പം അതിന് മുമ്പ് ഞാൻ ചുമ്മാ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ് വീഡിയോ എടുത്തത്. അപ്പോൾ റൂമൊക്കെ കാണിച്ചു തരാം. പണ്ടത്തെ സെയിം റൂം. നേഴ്സിങ്ങിന് മാത്രം ഒരു മാറ്റവും സംഭവിക്കത്തില്ല. എപ്പോഴും റൂമും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഇതേപോലെ സ്ട്രിക്റ്റ് ഉള്ള ഒരു വേറെ ഫീൽഡ്, ഒരു പ്രൊഫഷൻ ഉണ്ടെന്ന് തോന്നുന്നില്ല. അന്ന് ഞങ്ങൾ പഠിച്ച കാലത്ത് സ്ട്രിക്റ്റാണ്, അതേപോലെ ഉണ്ട് ഇപ്പോഴും. പിന്നെ ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് അത്ര ഫോൺ അലൗഡായിരുന്നു. ഒരു ½ ആൻ അവർ അല്ലെങ്കിൽ അറിയാതെ യൂസ് ചെയ്യണമായിരുന്നു, കണ്ടുപിടിച്ച സീനായിരുന്നു. ഇവിടെ പിന്നെ ഫോൺ, അതാണ് വന്ന മാറ്റം. ഫോൺ ഇവർക്ക് അലൗഡാണ്, അവർക്ക് എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാം. അത് ഞാൻ കണ്ടുള്ളൊരു വ്യത്യാസം. അല്ലാണ്ട് ബാക്കി എല്ലാം ഒരേപോലെ. തണുത്ത വെള്ളം, ഫുഡ് കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ. നമ്മളുടെ റൂമേ ഇപ്പം ഞാനും ഉണ്ട്, എൻ്റെ വേറൊരു ഫ്രണ്ടും ഉണ്ട്. ഇപ്പോൾ അവളിവിടെ കിടക്കുന്നത്, ഞാനിവിടെയാണ് കിടക്കണേ. ഉറക്കം ആദ്യ ദിവസം വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടെ നിൽക്കണ്ട, ഇവിടെ സെറ്റ് ആവുന്നില്ലെങ്കിൽ ഇവിടെ അടുത്തൊരു വേറെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഒരു ദിവസം കിടന്നപ്പോൾ അഡ്ജസ്റ്റ് ആയി. കാരണം നല്ല രസമുണ്ടായിരുന്നു, രാവിലത്തെ തണുപ്പിൽ കിടന്നിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ കിടന്നു. ഇതാണ് നമ്മുടെ റൂം. ഗേൾസ് ഓൾവേസ് ഗേൾസ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാട്ടോ ഇത്. കണ്ടില്ലേ എന്തൊക്കെയാണ് തേക്കേണ്ടതെന്ന് എഴുതി വെച്ചേക്കുന്നു. ഇത് കണ്ടിട്ട് തോന്നുന്നത് ഏതോ മലയാളിയുടെ റൂമായിരുന്നു എന്ന്. അബി, അപ്പു, മുത്തുമണി, കോഴി എന്നൊക്കെ എഴുതി വെച്ചേക്കണം. സ്കൂളിൽ എക്സാം എഴുതുന്ന സമയത്ത് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു, ഞാനൊക്കെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇൻവിജിലേറ്ററായിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റുമോ, അതൊക്കെ ആ സ്വപ്നമാണ് ഇപ്പോൾ പൂവണിച്ചത്. അന്നൊക്കെ ചുമ്മാ ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു എന്ത് രസമെങ്കിലും നിൽക്കാനെന്നൊക്കെ. പക്ഷെ നിന്നപ്പോഴല്ലേ അറിഞ്ഞു, നിന്ന് കാലിൻ്റെ ഉപ്പാട് വരും. രാവിലെയും വൈകിട്ടും അല്ലേ എക്സാം. അങ്ങനെ ആ ഒരു സ്വപ്നം നടന്നു. പണ്ട് എന്താ പറയുന്നത്, എൻ്റെ പപ്പ പറയായിരുന്നു, നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് ഇന്ന സമയമൊന്നുമില്ല, എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കിട്ടണമെന്നില്ല, കുറച്ചാൾ കഴിയുമ്പോൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പണ്ട് 2016 16 ബാച്ചാണ് ഞാൻ. അപ്പോൾ ആ 16 ഇങ്ങനെ വിചാരിക്കുമായിരുന്നു ഇൻവിജിലേറ്ററായിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ വന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഞാൻ. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ എന്തോ വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ വീഡിയോ എടുത്താണ്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകണം. ഇവിടെ 8 മണിക്കാണ് ഫുഡ് കഴിക്കാൻ പോണേ. അപ്പോൾ 8 മണിയാകുമ്പോൾ പോകണം. ഇപ്പോൾ ഞങ്ങൾ വന്ന് കുളിച്ചു, ഇനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല, ഇവിടെ വന്നോ ഞങ്ങൾ സംസാരിക്കും, ഫോൺ നോക്കിയിരിക്കും, പിന്നെ കടന്നുറങ്ങും. അതാണ് മെയിൻ നമ്മളുടെ റൂം. അപ്പോൾ ഇവിടുത്തെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, തുണിയൊക്കെ വിരിച്ചിടുക, ഭയങ്കര തണുപ്പ് അവിടെ നിന്ന് വരും. പിന്നെ ഇത് നമ്മുടെ മെസ്സിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടുത്തെ കോറിഡോറൊക്കെയാണ് കേട്ടത്. കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ലിഫ്റ്റിൽ കയറി പോവുക. ലിഫ്റ്റ് ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ കരണ്ട് പോയി. ഞങ്ങൾ മാത്രമേ ഉള്ളൂ, പിള്ളേരൊന്നും കയറുന്നില്ല ലിഫ്റ്റിൽ. നമ്മുടെ ഫുഡ്, ഈ ഫുഡാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാണ്, ബാലൻസ് കൊണ്ടുവന്നതാണ്. ഈ കബാബും ബാക്കിയൊക്കെ ഇവിടുത്തെയാണ്. ഇത് സാമ്പാറാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ എഗ്ഗ് ഇട്ട് ഉണ്ടാക്കിയത്. ഇത് കിഴങ്ങ്. ഇതാണ് ഇവിടുത്തെ മെസ്സ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നു.
മുട്ട, കിഴങ്ങ്. ഇവിടെ കിഴങ്ങിനൊക്കെ വില കുറവെന്ന് തോന്നുന്നു. ഫുള്ള് കിഴങ്ങായിരുന്നു. കിഴങ്ങിൽ കുളിച്ച് നിൽക്കുമായിരുന്നു. കിഴങ്ങ്, മുട്ട കഴിച്ച് വന്നു. ഇനി കിടക്കാനുള്ളൊരു തയ്യാറെടുപ്പിൽ ഞങ്ങൾ. ബെഡ് കൊട്ടി വിരിക്കണോ, നല്ല ബെഡ് ഇത്. അങ്ങനെ രാവിലെ ആയി. ഇത് അവൾ കിടന്നുറങ്ങാൻ കേട്ടോ. നല്ല തണുപ്പ്, നല്ല സുഖമായിരുന്നു കിടന്നുറങ്ങാൻ. ഇന്ന് ഞങ്ങൾ എക്സാം ഒക്കെ എഴുതിയിട്ട് വന്നു. ഇന്ന് 4th ഡേ ആണ്. നാളെ 5ാമത്തെ ദിവസമാണ്. ഇന്ന് 6:30 വന്നു, മഴയില്ലാഞ്ഞുകൊണ്ട്. ഇനിയിപ്പോൾ നാളെ കൊണ്ടുപോകാനെല്ലാം പാക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ. നിങ്ങളുടെ ഇന്നത്തെ ഫുഡാണ്. മീൻ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. തിന്ന് നോക്കുമ്പോൾ അറിയാം ടേസ്റ്റ്. ചോറ്, ഒരു മുളകും ഞാൻ കൊണ്ടുവച്ചു, 2 മുളക്. അച്ചാറോ മുളകോ ഇല്ലാതെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ എണീറ്റ് ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ എല്ലാം പാക്ക് ചെയ്യാണ്. പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. എല്ലാം ഞാൻ പാക്ക് ചെയ്തു. നമ്മളുടെ റൂമിൻ്റെ ഇത്. ഇവിടെ ഭയങ്കര തണുപ്പ്, അതുകൊണ്ട് കാറ്റടിച്ചു കയറും. പിള്ളേരൊക്കെ ഞങ്ങൾ പണ്ട് പോയതുപോലൊക്കെ പോകുന്നു. ഇതുപോലത്തെ ടോയ്ലറ്റ്, ഡസ്റ്റ്ബിൻ. ഇന്ന് ഞങ്ങൾ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്നത് മുതൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ്. അപ്പോൾ ഇത് അതിഥി മാം. ഇപ്പോൾ ഞങ്ങൾ ഫ്രണ്ടായി. ഷീ വിൽ ടെൽ അബൌട്ട് മീ. I should say about you. Okay, she's very sweet. She's looking very beautiful today. Okay, let's see her. It's very beautiful and hope to see you soon. Let's go on a trip. Yeah, correct. Bye bye. See you. Okay. ഞങ്ങൾ ഇന്ന് കഴിക്കാൻ വരുന്ന കടയുണ്ട്. ലാസ്റ്റ് ദിവസം കൊണ്ട് വീഡിയോ എടുത്തതാണ്. ഇവിടെ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ വരണേ. മെനു കാർഡ് ഇതെനിക്ക് ഇവിടുന്ന് കിട്ടിയൊരു ഫ്രണ്ടാണേ. പെട്രീഷ്യ സൂസൻ എന്നാണ് പേര് പറയാൻ കിട്ടുന്നില്ല. മുഖം മറച്ച് വെച്ചേക്കാം, മുഖം കാണിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. 2 ബിരിയാണി വാങ്ങിച്ചേ. ഇന്നലെ ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ആട്ടോ വാങ്ങിച്ചേ. ഇന്ന് ഇത് വാങ്ങിച്ചു, ചിക്കൻ ബിരിയാണി. അങ്ങനെ ഞാൻ ബസ്സിന് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സിൽ കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 hours ആയപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തി. കുഞ്ഞാ